നമസ്കാരം. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിനെതിരെ ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടതോടെ ആകെ രോഷാകുലനായിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതോടെ യുദ്ധം മുറുക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇറാനെതിരായ സൈനിക നടപടി 4 ആഴ്ച വരെ സമയം എടുത്തേക്കാം, അതായത് ഇതൊന്ന് തീർന്നു കിട്ടാൻ 4 ആഴ്ച വരെ എടുത്തേക്കാം എന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇറാനുമായി കൂടുതൽ ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് ട്രംപ് പറഞ്ഞു എങ്കിലും അത് ഉടൻ സംഭവിക്കുമോ എന്നത് വ്യക്തമല്ല. ഇറാന് നേരെ ചരിത്രത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിശക്തമായ സൈനിക നടപടി തുടരുമെന്നാണ് ട്രംപിന്റെ നിലപാട്. ലക്ഷ്യങ്ങൾ പൂർണ്ണമായും കൈവരിക്കുന്നത് വരെ സൈനിക നീക്കം തുടരുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയത്. കൂടുതൽ അമേരിക്കൻ പൗരന്മാരോ സൈനികരോ വധിക്കപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിലും ഈ സൈനിക നീക്കം ആത്യന്തികമായി പറയുകയാണെങ്കിൽ ലോകത്തിന് വലിയ ഗുണം ചെയ്യുമെന്നാണ് ട്രംപിന്റെ കാഴ്ചപ്പാട്. ഇറാന്റെ പരമോന്നത നേതാവിനെയും ഡസൻ കണക്കിന് ഉന്നത ഉദ്യോഗസ്ഥരെയും വധിച്ച സൈനിക നീക്കം നിശ്ചയിച്ച സമയത്തേക്കാൾ വേഗത്തിലാണ് പുരോഗമിക്കുന്നത്. കൊല്ലപ്പെട്ട അമേരിക്കൻ സൈനികരുടെ രക്തത്തിന് പകരം ചോദിക്കുമെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നും ചില്ലിംഗ് അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ സേനയ്ക്കെതിരെ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ഇനി വെച്ചുപറപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നും ട്രംപ് പറയുന്നു. നമ്മുടെ വീരന്മാരുടെ ജീവൻ എടുത്തവർക്ക് സമാധാനമായി ഉറങ്ങാൻ സാധിക്കില്ല. ഓരോ ആക്രമണത്തിനും അർഹിക്കുന്ന മറുപടി നൽകിയിരിക്കും. ഇത് വെറും ഒരു മുന്നറിയിപ്പല്ല, നടപ്പിലാകാൻ പോകുന്ന തീരുമാനമെന്നാണ് ട്രംപ് പറഞ്ഞു വെക്കുന്നത്. തന്റെ ഭരണകൂടത്തിന് കീഴിൽ ഇറാനെ നിലയ്ക്കു നിർത്തുമെന്നും അവരുടെ ആണവ മോഹങ്ങൾ ഒരിക്കലും അനുവദിക്കില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. മുൻ ഭരണകൂടത്തിന്റെ നയങ്ങൾ ഇറാൻ സാമ്പത്തികമായും സഹായിച്ചുവെന്നും എന്നാൽ താൻ വന്നതോടെ ആ പണമൊഴുക്ക് നിലച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. അമേരിക്കൻ താൽപര്യങ്ങൾക്കും സൈനികർക്കും നേരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കമുണ്ടായാൽ അതിന് ഇരട്ടി പ്രഹരം നൽകാനാണ് പെന്റഗണിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ട്രംപിന്റെ പ്രസംഗത്തിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ പാരമ്പര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി മേഖലയിൽ US സൈനിക താവളങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളാണ് ട്രംപിനെ ചൊടിപ്പിച്ചത്. പുതിയ നേതൃത്വം ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചിരുന്നു. ഇറാനിലെ പുതിയ നേതൃത്വമാണ് ചർച്ചയ്ക്ക് സന്നദ്ധത അറിയിച്ചത്. എന്തായാലും ബന്ധപ്പെട്ടവരുമായി ഉടൻ ചർച്ച നടത്തുമെന്ന സൂചനകളും ട്രംപ് നൽകുന്നുണ്ട് എങ്കിലും, അതായത് അവർക്ക് ചർച്ചയ്ക്ക് താല്പര്യം പ്രകടിപ്പിച്ച സാഹചര്യത്തിൽ നേരത്തെ ഇത് ആകാമായിരുന്നു എന്നും താൻ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇതവർക്ക് നേരത്തെ ചെയ്യാമായിരുന്നു എന്നാണ് ട്രംപിന്റെ കാഴ്ചപ്പാട്. എന്നാൽ അവർ വളരെയധികം കാത്തിരുന്നു എന്നും അവർക്ക് കുറച്ചുകൂടി പ്രായോഗികമായ രീതിയിൽ പ്രതികരിക്കാമെന്നും ആയിരുന്നു ട്രംപിന്റെ പക്ഷം. എന്തായാലും ഇറാനിലെ വിപ്ലവ ഗാർഡുകളോടും സൈന്യത്തോടും ആയുധം വെച്ച് കീഴടങ്ങാൻ ട്രംപ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഇറാനിലെ ദേശസ്നേഹികൾ ധൈര്യപൂർവ്വം മുന്നോട്ട് വരണമെന്നും നിങ്ങളുടെ രാജ്യം തിരിച്ചുപിടിക്കാനുള്ള നിമിഷമാണ് ഇത് എന്നുമാണ് അമേരിക്ക നിങ്ങൾക്കൊപ്പമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഇറാൻ ജനതയോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് എന്തായാലും ഇക്കാര്യം. 48 ഇറാനിയൻ നേതാക്കളെ വധിച്ചതായും 9 യുദ്ധ കപ്പലുകൾ തകർത്തതായും US അവകാശപ്പെടുന്നുണ്ട്. ട്രംപ് പുതിയ നേതൃത്വം എന്ന് ഉദ്ദേശിച്ചത് ആരെയാന്ന് എന്നത് വ്യക്തമല്ല. ഖമേനി കൊല്ലപ്പെട്ടതിന് ശേഷമുള്ള ഇറാനിലെ നേതൃത്വമാണോ അല്ലെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പാപ ഭരണകൂടമാണോ എന്നതിൽ യാതൊരുവിധ വ്യക്തതയും വന്നിട്ടില്ല. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാജി ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചതായും ഒമാൻ വിദേശകാര്യമന്ത്രിയും അറിയിച്ചിട്ടുണ്ട്. ഒമാന്റെ നേതൃത്വത്തിലാണ് നേരത്തെ US ഇറാൻ സമാധാന ചർച്ച നടന്നുകൊണ്ടിരുന്നത്. അതിനിടെയാണ് ഇറാനെതിരെ ഇസ്രയേൽ ആക്രമണം നടത്തിയത്. ഇനി ചർച്ചയ്ക്ക് ആര് മുൻകൈ എടുക്കും എന്നതാണ് പ്രധാനം. ഒമാനും ഖത്തറും ചേർന്നുള്ള മധ്യസ്ഥ നീക്കങ്ങളിലൂടെ നിലവിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ സാധിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്.